മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ കലാം അത് അറിഞ്ഞു ഓതുന്നതും അറിയാതെ ഓതുന്നതും വ്യത്യാസമുണ്ട്. ഖുർആൻ നമ്മൾ തഅബ്ബുദിയാണ്. ഖുർആൻ ഒരാൾക്ക് ബികുല്ലി ഹറഫിൻ 10 ഹസനാത്ത്, ഓരോ അക്ഷരത്തിനും 10 കൂലിയാണ്. ആ കൂലി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഓതുന്ന ഒരു ഓത്ത്, അതിന് അല്ലാഹു കൂലി തരും. അല്ലാഹു കൂലി തരട്ടെ, നമുക്ക് അങ്ങനെ ഓതാൻ തൗഫീഖ് തരട്ടെ റബ്ബുൽ ആലമീൻ. ആമീൻ. പക്ഷേ ആ ആയത്ത് ഓതുമ്പോൾ ഞാൻ അതിന്റെ അർത്ഥം കൂടി ഒന്ന് മനസ്സിലാക്കട്ടെ, അതിന്റെ തഫ്സീർ കൂടി ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് അർത്ഥം അറിഞ്ഞോതുന്നതിന് ആദ്യത്തേതിനേക്കാളും കൂലിയാണ്. പിന്നെ മറ്റൊന്ന്, ഈ പറയുന്നതിന്റെ ജീവിതത്തിലേക്ക് ഞാനൊന്ന് പകർത്തട്ടെ. ഈ ഖുർആൻ എന്നോട് ഖുദിൽ അഫ്വ വഅ്മുറു ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ അല്ലേ? ഖുദിൽ അഫ്വ, മാപ്പാക്കണം. വഅ്മുറു ബിൽ ഉർഫി, ഖുദിൽ അഫ്വ വഅ്മുറു ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ, ജാഹിലീങ്ങളോട് നിങ്ങൾ സംവദിക്കാൻ പോകണ്ട, ഓലെ വിട്ടേക്കണം. ഇത് പറയുമ്പോൾ ഞാൻ അതെന്റെ ജീവിതത്തിൽ പകർത്തട്ടെ. യാ അല്ലാഹ്, അത് ഖുർആനിനെ എന്റെ ജീവിതവുമായി ബന്ധിപ്പിക്കുന്ന ഓത്താണ്. ഖുർആന്റെ ആശയം മനസ്സിലാക്കി ഓതുന്നത് ഖിറാഅത്ത് തദബ്ബുരിയ, അതിന് കൂലിയാണ്. മറ്റത് ഖിറാഅത്ത് തഅബ്ബുദിയ, ഇബാദത്തായിട്ട് ഖുർആൻ ഓതുക, അതിന് കൂലിയുണ്ട്. അതിനേക്കാൾ കൂലിയാണ് ഖിറാഅത്ത് തദബ്ബുരിയ, അർത്ഥം അറിഞ്ഞുകൊണ്ട് ഓതുന്നത്. ഇനി അർത്ഥം അറിഞ്ഞു, ഈ ആശയം എന്റെ ജീവിതത്തിലേക്ക് പകർത്തുകയാണ്. യാ അല്ലാഹ്, പക്ഷെ ഇങ്ങനെ പറഞ്ഞു, വസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചേക്കണം. ഞാൻ ധാരാളം അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലട്ടെ റബ്ബേ, എന്റെ ജീവിതത്തിൽ പടച്ചോനെ മാപ്പാക്കി തരണേ എന്ന് എന്റെ റബ്ബിനോട് ഞാൻ ചോദിക്കട്ടെ. അങ്ങനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്. അതാണ് അതിന്റെ ഫൈനൽ സ്റ്റേജ്, അൽ ഖിറാഅത്തു തത്ബീഖിയ, ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ടുള്ള ഓത്ത്. അല്ലമൽ ഖുർആൻ, ഖുർആനിന്റെ പഠനത്തിൽ നമുക്ക് ആവശ്യം അതാണ്. ഖുർആനിലൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ഡെയിലി ജീവിതത്തിൽ ഇതുണ്ടോ? മഹാനായ അബൂ ജഅഫർ റഹിമഹുല്ലാഹ്, സൈനുൽ ആബിദീൻ തങ്ങൾ, സൈനുൽ ആബിദീൻ ഹുസൈൻ ഇബ്നു അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി, മഹാനായ സൈനുൽ ആബിദീൻ റഹിമഹുല്ലാഹ് വലിയ മഹാനാണ്, വലിയ ആബിദായിരുന്നു, ഒതുർത്ത വിറക്കുന്ന മഹാനായിരുന്നു. ആൾക്കാർ ഒതുർക്കുമ്പോഴേക്കും മുഖം ഇങ്ങനെ വിടരും, ഇങ്ങനെ നിറം മാറും, മഞ്ഞ നിറം. അപ്പൊ ചോദിക്കും, എന്തിനായി ഒതുർക്കുമ്പോൾ പേടിക്കുന്നത്? അതദറൂന ബൈന യദൈ മൻ അഖൂം, ഞാൻ ആരുടെ മുമ്പിൽ ചെന്നിട്ടാണ് അല്ലാഹു അക്ബർ എന്ന് പറയാൻ പോകുന്നതെന്ന് എന്റെ റബ്ബിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? ഞാൻ ആരുടെ മുമ്പിലായി നിസ്കരിക്കാൻ പോണത്? ആളെപ്പറ്റി എനിക്ക് ബോധം വേണ്ടേ? വുദുഎടുക്കുമ്പോഴേക്ക് നിസ്കാരത്തിലേക്ക് കടക്കുന്ന മഹാൻ, അങ്ങനത്തെ മഹാനായിരുന്നു. അവർക്കിങ്ങനെ വുദുഎടുക്കാൻ അവരുടെ വേലക്കാരി, ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. അവരിങ്ങനെ വെള്ളം, അന്ന് മണ്ണിന്റെ ഒരു പൂജയാണ്, അതിങ്ങനെ ഒഴിച്ചൊടുക്കുകയാണ്. അതിങ്ങനെ ഒഴിച്ചൊടുക്കുമ്പോ ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൂജ കയ്യിൽ നിന്ന് വീണെന്ന് മാത്രമല്ല, മുഖത്തൊരു ചാല് മുറിവായി രക്തം ഒഴിക്കുകയാണ്. നമ്മളൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും ചെയ്യാം? നമ്മളെ വീട്ടിൽ പരിചാരകരായ ഒരാള് ഇങ്ങനെ ഒരു ഗ്രേവ് മിസ്റ്റേക്ക്, പാത്രം വീണ് പൊട്ടിയെന്ന് മാത്രമല്ല, പൊട്ടിയത് ദേഹത്ത് മുറിവ് വരുത്തിക്കൊണ്ടാണ്. അദ്ദേഹം ഇങ്ങനെ ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ തങ്ങൾ ഇങ്ങനെ നോക്കി, താഴെ നമ്മളോട് മേലൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോ സുബ്ഹാനല്ലാഹ്, ഒരു ആയത്തോതി, വൽ കാളിമീനൽ ഗൈള, ദേഷ്യം കടിച്ചിറക്കുന്ന ആളുകൾ ഉള്ളവരാണ്. അപ്പോ ഖലംതു ഗൈളി, എന്റെ ദേഷ്യം ഞാൻ കടിച്ചിറക്കി. ആരെ? സൈനുൽ ആബിദീൻ റളിയല്ലാഹു. വൽ കാളിമീനൽ ഗൈള വൽ ആഫീന അനിൻ നാസ്, ജനങ്ങൾക്ക് മാപ്പാക്കി കൊടുക്കുന്നവരും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവരാണ്. അഫൗതു അൻകി, നിനക്ക് ഞാനിത് മാപ്പാക്കി തന്നു. والكاظمين الغيظ والعافين عن الناس والله يحب المحسنين, അല്ലാഹു നന്മ ചെയ്യുന്നവരെ അല്ലാഹു വലിയ ഇഷ്ടവുമാണ്. അൻത ഹുർറുൻ ഫീ സബീലില്ലാഹ്, നിന്റെ അടിമത്തത്തിൽ നിന്ന് ഞാൻ മോചിപ്പിച്ചു, നീ ഇന്നു മുതൽ സ്വതന്ത്രയാണ്. യാ അല്ലാഹ്, ഒരു പാത്രം വീണപ്പോഴേക്കും സ്വാതന്ത്ര്യം വാങ്ങിപ്പോയി. അന്നൊക്കെ സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഒരുപാട് കാലം സേവനം ചെയ്യണം. ഉടമസ്ഥൻ പറയുന്ന പൈസ കൊടുത്തെങ്കിലേ അവർക്ക് റിലീസ് ലെറ്റർ കൊടുക്കുള്ളൂ. ഇന്നത്തെ അവസ്ഥയിൽ ഇത്തരത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അള്ളാഹുവിന്റെ ആയത്ത് ഓതിയപ്പോൾ മതി. ഇതാണ് ഖിറാഅത്ത് തദബ്ബുരിയ. ആ ആയത്ത് അല്ലാഹു തആല എന്തു പറഞ്ഞു? അത് ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു
വലിയ സാഹിദായി വലിയ ആലിമായി വരുന്നതിന്റെ മുമ്പ് കൊള്ളക്കാരനായിരുന്നു. വീടുകളിൽ ചാടിക്കടന്ന് വസ്തുക്കളൊക്കെ മോഷ്ടിച്ചു പോയിരുന്ന കൊള്ളസംഘത്തിലെ നേതാവായിരുന്നു എന്നാണ് ചരിത്രം പറഞ്ഞത്. അങ്ങനെ ഒരു ദിവസം ഒരാളുടെ മുതലും മോഷ്ടിച്ചെടുത്ത് മതിലിങ്ങനെ ചാടിക്കടക്കുമ്പോ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു പെണ്ണിങ്ങനെ ഓതുകയാണ്. യാ അല്ലാഹ്, എന്താ ഓതുന്നത്? അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്. അലം യഅനി ലില്ലദീന ആമനൂ, സത്യവിശ്വാസികൾക്ക് നേരമായിട്ടില്ലേ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിനെ പേടിച്ച് മനസ്സ് പേടിച്ച് വിറക്കാൻ ഇനിയും നേരമായിട്ടില്ലേ? അതുകൊണ്ട് കേട്ടപ്പോഴാണ് ബലാ ഖദ് ആന യാ റബ്ബ്, സമയമായി പടച്ചവനെ, സമയമായി. ആ കൊള്ള മുതൽ തിരിച്ചേൽപ്പിച്ച് സർവമോഷ്ടിച്ചുപെട്ട മുഴുവൻ മുതലും അതിന്റെ ഉടമസ്ഥർക്ക് തിരിച്ചേൽപ്പിച്ച് തിരിച്ചു വന്ന ഒരു കള്ളനായി ജീവിതം തുടങ്ങിയ മഹാൻ പിന്നെ ഇസ്ലാമിക ലോകത്തെ പ്രഗത്ഭനായ ഫഖീഹും മുഹദ്ദിസുമായി മാറുന്നതാണ് ലോകം കണ്ടത്. എവിടെന്നാ മാറ്റം? ഒരൊറ്റ ആയത്താണ്. നേരായിട്ടില്ലേ? ആയി പടച്ചവനെ, നേരമായി. നിന്നു, പിന്നെ അവിടെ വർത്താനല്ല. അല്ലാഹു പറഞ്ഞു, പിന്നെ ഞാൻ അപ്പുറത്തേക്കില്ല. ഇതാണ് അല്ലമൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞത് ഖിറാഅത്ത് തഫീഖിയ, ജീവിതത്തിലേക്ക് പകർത്തേണ്ടതാണ്. അല്ലാഹു അങ്ങനെ പറഞ്ഞു, എന്നാ പിന്നെ എനിക്കൊന്നും പറയാനില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിനാണ് ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ പഠിച്ചത്. അള്ളാഹുവിന്റെ അഹ്കാമുകൾ വഖാഫൻ ഇൻദ ഹുദൂദില്ലാഹ്, അല്ലാഹു പറഞ്ഞു, എന്നാൽ മദീനപ്പുറത്തേക്ക് ഞാനില്ല. ആ രീതിയിൽ അള്ളാഹുവിന്റെ കലാമിനെ സമീപിക്കണം. വിശുദ്ധ ഖുർആനിന്റെ ബയാൻ, ഖുർആൻ അത്ഭുതങ്ങളാണ്, ഒരുപാട് അത്ഭുതങ്ങൾ. അതിന്റെ വാക്കുകൾ അത്ഭുതമാണ്, ഖുർആനിന്റെ ചർച്ച അത്ഭുതമാണ്, ഖുർആനിന്റെ ഭാഷാ പ്രയോഗങ്ങൾ അത്ഭുതമാണ്, അതിലെ ചരിത്ര പഠനങ്ങൾ അത്ഭുതമാണ്. ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങൾ. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ അത് ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. അതിന്റെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.